ഹലോ ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ വെളുപ്പാങ്കാലം 9 മണി കഴിയുമ്പം നമ്മളെവിടെ പോണു? നമ്മളൊരു അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലം ഏതാന്നൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല കിടുക്കാച്ചിരി അമ്പലത്തിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ സൺഗ്ലാസ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്നലെ കുറച്ച് ഉറങ്ങിയില്ല. അത് കാരണം എൻ്റെ കണ്ണിന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം പ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടാണ്, ഞാനും എൻ്റെ വൈഫ് കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 പണിതീരാത്ത ഒരു മുരിഞ്ഞ റോഡിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഈ വണ്ടി ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ലോഡും കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് നിന്നായിരിക്കും. KL23 എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഇതിനകത്ത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതിനകത്ത് പഴക്കൊലയായിരിക്കും. പഴമല്ല, ഇതിനകത്ത് കായായിരിക്കും, പച്ചക്ക അല്ലേ? കാരണം ഇതിനകത്ത് മുഴുവൻ എന്തുവാ ഈ വാഴയുടെ വാഴയില ഉണ്ട്. ശരിക്കും അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പഴക്കൊല. സൈഡിൽ പഴം കാണാൻ പറ്റും. പഴം കാണാൻ പറ്റുന്നുണ്ട്. പഴമാണോ അതോ കായാണോ? പച്ചക്കായായിരിക്കും. ഇത് മിക്കവാറും കായംകുളം മാർക്കറ്റിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ ആലപ്പുഴയിലെ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കായംകുളത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ കൂടുതലും ഈ തെങ്കാശി, തമിഴ്നാട് ഏരിയ എന്നൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും, പച്ചക്കറികളൊക്കെ അവിടെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ ഓടി ഈ ടൈമിൽ വരുന്ന വണ്ടിയൊക്കെ അങ്ങോട്ട് കയറാനുള്ള ആയിരിക്കും മിക്കവാറും. ആണ് ഇവിടെ NH-ന്റെ പണി പലയിടത്തും ഒന്നും നടക്കുന്നില്ല. വെറുതെ ഇങ്ങനെ കുഴിച്ച് ഡീവിയേഷൻ ആക്കി ഇട്ടിരിക്കുക. നമുക്ക് ഒരിക്കലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയല്ല നിലവിലുള്ളത്. പക്ഷെ വടക്കൻ ജില്ലകളിലെല്ലാം പണി തീർന്ന് അവരൊക്കെ ഇപ്പോഴേ യാത്രയും തുടങ്ങി. അവിടെ ആക്സിഡന്റും കഴിഞ്ഞ് കുറെ. അങ്ങനെ പോയിക്കൊണ്ട് ആറ്റുനോറ്റ് ഒരു അണ്ടർ പാസേജ് പണി ഏകദേശം തീരാറായി. അതിന്റെ മുകൾ ഭാഗത്തെ കാര്യം പറയുന്നത്. അതാണെങ്കിൽ പകുതി പണി തീർത്തിട്ടില്ല, പകുതി ഒഴിയ. രാവിലെ നമുക്ക് അമ്പലത്തിൽ കേറിയിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞത്. നമ്മളിത് കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ സ്ഥലം റോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലമുള്ളിടത്ത് നമുക്ക് ഇച്ചിരി അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി തന്നെയാണ്. സർവീസ് കൊണ്ട് പറ്റുക വെച്ചാൽ നമുക്കൊരു വലിയ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ കയറാൻ നമുക്ക് പറ്റത്തില്ല. ഓവർടേക്കിംഗ് നടക്കത്തില്ല. അതിനുള്ള വീതിയേ ഉള്ളൂ.